ഒരു നാടിനെ ഒന്നാകെ ഭീതിയിലാഴ്ത്തി പാറക്വാറിയുടെ പ്രവർത്തനം. കൊല്ലം, പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തി പ്രദേശമായ പട്ടാഴി വടക്കേക്കരയിലാണ് ജനജീവിതത്തിന് ഭീഷണിയായി ക്വാറിയുള്ളത്. വാട്ടർ അതോറിറ്റിയുടെ 30 വർഷം പഴക്കമുള്ള ജലസംഭരണിയും ഇതിനരികിലായുണ്ട്. പ്രകൃതി ദുരന്തങ്ങളാൽ തീരാ നഷ്ടങ്ങളുണ്ടായ മണ്ണാണ് കേരളം. എന്നാൽ അത്തരം അപകടങ്ങൾ വിളിച്ചു വരുത്തുന്ന പ്രവർത്തനമാണ് ഇന്ന് പലയിടത്തും നടക്കുന്നത്. ഇത് പട്ടാഴിക്ക് സമീപമുള്ള പാറക്കോറി. അതിർത്തി പ്രദേശമായതിനാൽ പത്തനംതിട്ട ഏഴംകുളം വില്ലേജിന്റെ പരിധിയിലാണ് കോറി വരുന്നത്. പൊട്ടിക്കുന്ന പാറയുടെ മറുവശത്ത് വീടുകളുണ്ട്. ഈ കോറി കാരണം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതായും നാട്ടുകാർ പറയുന്നു. പലതവണ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും പരിഹാരമില്ല. മുതലാളിമാരുടെ ഭീഷണി കാരണം ഭീതിയോടെ കഴിയുകയാണ് ഇവിടെയുള്ളവർ. ഈ എക്സ്പ്ലോസീവിൻ്റെയൊക്കെ ബന്ധമൊക്കെ നമുക്ക് പിടിക്കത്തില്ല. എനിക്കങ്ങനെ സ്ട്രോക്ക് വന്ന ഞാൻ അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. ശബ്ദമൊക്കെ വൈബ്രേഷൻ ഉണ്ടാവും. നമുക്ക് ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ ഒക്കത്തില്ല. ഒന്നാമത്തെ കാര്യം കാരണം ഇന്നലെ ഞായറാഴ്ചയായിരുന്നു. ഞാൻ ഇന്നലെ മുക്കിന് കയറിയപ്പോഴത്തേക്ക് അതിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ ഉള്ള സൗണ്ടാണ്. കാരണം നമുക്കിപ്പോൾ ഇവിടെ അങ്ങോട്ടും അങ്ങ് പടിഞ്ഞാറോട്ടുമാണ് ഇതിൻ്റെ സംഭവങ്ങളെല്ലാം കാണുന്നത് കേൾക്കുന്നത്. പടിഞ്ഞാറോടെ കാര്യം പറയുന്നത് എടാ ഇതെന്തൊരു സൗണ്ടാണ് കേൾക്കുന്നതെന്ന്. അപ്പോൾ വെടിപൊട്ടിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ പരാതി കൊടുത്തു. ഞങ്ങൾ കളക്ടറേറ്റിലും എല്ലാം കൊടുത്തു. ഇവർ എല്ലാവർക്കും പൈസ കൊടുത്തിട്ടേക്കുക. ജിയോളജി നമ്മളിവിടെ ഇരിക്കുന്നില്ല, അതുകൊണ്ട് കാണുന്നില്ല. കാരണം അവിടുന്ന് പൊട്ടി തെറിക്കുന്നതായിട്ട് നമുക്കറിയാം. ജിയോളജി വകുപ്പിനൊക്കെ അവർ ലക്ഷങ്ങൾ കൊടുത്തിട്ടേക്കുക. വാഹനങ്ങൾ പോകുന്ന റോഡിന് വശത്തായി ഷീറ്റ് കൊണ്ട് മറച്ച കോറിക്കുള്ളിൽ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. പാറകളുമായി ലോറികൾ പുറത്തേക്ക് പോകുന്നുണ്ട്. പാറക്കോറിക്കെതിരെ ജനകീയ സമരങ്ങൾ ഉയർന്നു വന്നു. അപ്പോഴൊക്കെ അധികാരികൾ കണ്ണടച്ചു. പോലീസിനെയും സർക്കാർ ഉദ്യോഗസ്ഥരെയും മുതലാളിമാർ പണം കൊടുത്ത് കീശയിലാക്കി എന്നതാണ് ആക്ഷേപം. തൊട്ടരികയായി വാട്ടർ അതോറിറ്റിയുടെ പടുകൂറ്റൻ വാട്ടർ ടാങ്കുണ്ട്. 30 വർഷം പഴക്കമുള്ള ജലസംഭരണിയും നേരിടുന്നത് വലിയ ഭീഷണിയാണ്. ജലസംഭരണിക്ക് കേടുപാടുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ കൃത്യമായ പഠനത്തിന് ശേഷമേ പാറക്കോറിക്ക് അനുമതി നൽകാവൂ എന്ന് വാട്ടർ അതോറിറ്റി പഞ്ചായത്ത് ഉദ്യോഗസ്ഥർക്കടക്കം കത്ത് നൽകിയിരുന്നു. പിന്നീട് കോറിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് രേഖാമൂലം ആവശ്യപ്പെട്ടു. എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ല. പാറക്കോറികളും മണ്ണ് മാഫിയയ്ക്കും ഒത്താശ ചെയ്യുന്ന നിലപാടുകളാണ് അടൂർ ജിയോളജി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് കുടപിടിക്കുന്ന സമീപനമാണ് ഏഴംകുളം പഞ്ചായത്തും പട്ടാഴി വടക്കേക്കര ഗ്രാമപഞ്ചായത്തിലെയും അധികൃതരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ രേഖാമൂലം കത്ത് നൽകിയിട്ടും അടിയന്തരമായി കോറി നിർത്തി കോറിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കണം, ഇതുമൂലം വാട്ടർ ടാങ്കിന് വിള്ളലുകൾ സംഭവിക്കുന്നു എന്ന് രേഖാമൂലം കത്ത് നൽകിയിട്ട് നാളിതുവരെയായിട്ട് യാതൊരുവിധ നടപടിക്രമങ്ങളും ഉണ്ടായിട്ടില്ല. കോറി മാഫിയയ്ക്കായി അധികാരികളും കൂട്ടുനിൽക്കുന്നതായാണ് ആക്ഷേപം. സംഭവത്തിൽ ഉന്നതതല ഇടപെടലുണ്ടാകണമെന്നും പരിഹാരം വേണമെന്നതുമാണ് നാട്ടുകാരുടെ ആവശ്യം. ജനം, കൊല്ലം.